കഥകടച്ചിരുന്ന് ക്യാബിനറ്റ് യോഗങ്ങൾ കൂടിയതുകൊണ്ടോ കടലാസിൽ മാത്രം കണക്കുകൾ തീർത്തതുകൊണ്ടോ ഒരു നാട് ഒരിക്കലും മാറില്ല. പ്രേക്ഷകരെ, കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് തുടർച്ചയായി 10 മന്ത്രിസഭാ യോഗങ്ങളും കൂട്ടി റെക്കോർഡ് വേഗത്തിൽ ബജറ്റും അവതരിപ്പിച്ച് എന്തോ വലിയ ഹിറ്റടിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കൊണ്ടാടുകയാണ്. അപ്പുറത്ത് തമിഴ്നാട്ടിലോ വെറും 2 ക്യാബിനറ്റ് യോഗങ്ങൾ മാത്രം നടത്തി അധികാരമേറ്റ് 2 മാസം കഴിഞ്ഞിട്ടും വിജയ് സർക്കാർ ഇതുവരെ ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ലത്രേ. ഇത് കണ്ട് കേരള സർക്കാർ എന്തോ ചരിത്രം കുറിച്ചു എന്ന് പറഞ്ഞ് അഭിമാനത്തിന്റെ കൊടി പാറിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വെറും 2 വർഷം മുമ്പ്, അതായത് 2024 മാത്രം പിറന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ സിംഹാസനം കീഴടക്കി നിൽക്കുന്നുവെങ്കിൽ അത് വെറുതെ കിട്ടിയ സൗജന്യമല്ല. കസേരകളിൽ ഇരുന്ന് ഫയലുകൾ ഒപ്പിട്ട് തീർക്കുന്ന പതിവ് രാഷ്ട്രീയ തന്ത്രങ്ങളെയല്ല, മറിച്ച് നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രം തിരുത്തി കുറിക്കുന്ന വിജയുടെ മാസ് പൊളിറ്റിക്സ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ബജറ്റ് നേരത്തെ നടത്തിയത് വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന കേരള സർക്കാരിന്റെ യഥാർത്ഥ മുഖം എന്താണ്? എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വിജയ് എന്ന ഒറ്റയാൾ ഇത്ര പെട്ടെന്ന് ജനങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഇടം നേടിയത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊളിച്ചെഴുതുന്നത് ഈ 2 ഭരണശൈലികളുടെയും ഉള്ളുകളികളാണ്. പ്രേക്ഷകരെ, സംഗതി വേറെ ലെവലാണ്. കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് മെയ് 18 മുതൽ ജൂലൈ 15 വരെയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അങ്ങ് ക്യാബിനറ്റ് യോഗം കൂടിയത് കൃത്യം 10 വട്ടമാണ്. അധികാരമേറ്റ് 1 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ ബജറ്റും സമർപ്പിച്ചു. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ കേരള സർക്കാർ എന്തോ ലോകം കീഴടക്കിയ മട്ടിലാണ് അഭിമാനത്തിന്റെ കൊടി പാറിക്കുന്നത്. 10ൽ 10മായി സതീശൻ സർക്കാർ എന്ന് പറഞ്ഞ് സ്വന്തം പാട്ടുപാടി നടക്കുകയാണ്. എന്നാൽ ഈ കള്ളക്കണക്കുകളുടെയും ബജറ്റ് തിടുക്കത്തിന്റെയും പിന്നിലെ പൊള്ളത്തരം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ ബുധനാഴ്ചയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒത്തുകൂടി ഫയലുകൾ ഒപ്പിട്ട് തീർത്തു എന്ന് മേനു നടക്കുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം ഇന്ന് ഏത് കോലത്തിലാണ്? അങ്ങ് കൊടുംചൂടിൽ ആളുകൾ വലയുന്നു, പലയിടത്തും പവർ കട്ട് വരുന്നു, വിലക്കയറ്റവും നികുതി ഭാരവും കൊണ്ട് ജനങ്ങളുടെ നടുവൊടിയുന്നു. ബജറ്റ് നേരത്തെ കൊണ്ടുവന്ന് പറഞ്ഞ് എന്തോ വലിയൊരു സംഭവമായിട്ടാണ് ഇവർ കാണുന്നത്. എവിടെയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കൊന്ന് നോക്കേണ്ടത്? രാഷ്ട്രീയ വൃത്തങ്ങളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് വലിയൊരു കൗതുകമാണ് അങ്ങ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയിന്റെ പുതിയ സർക്കാർ ഇതുവരെ ആകെ 2 വട്ടമാണ് മന്ത്രിസഭാ യോഗത്തിനായി ഒത്തുകൂടിയത്. അധികാരമേറ്റ് 2 മാസം കഴിഞ്ഞിട്ടും അവിടെ ഇതുവരെ ബജറ്റ് അവതരിപ്പിച്ചിട്ട് പോലുമില്ല. അയ്യോ, വിജയ് സർക്കാർ പിന്നിലായി പോയേ എന്ന് പറഞ്ഞ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പരിഹസിക്കാൻ നോക്കുമ്പോൾ ആ 2 വർഷം കൊണ്ടുള്ള ചരിത്രം അറിയാതെയാണ് ഇവർ വായ തുറക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ തമാശ. വെറും 2 വർഷം മുമ്പ് 2024 മാത്രം തുടങ്ങിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് തമിഴ്നാട് പോലുള്ള ഒരു മഹാസംസ്ഥാനത്തിന്റെ സിംഹാസനം കയറി നിൽക്കുന്നുവെങ്കിൽ അവിടെ വിജയ് കളിക്കുന്നത് വെറും രാഷ്ട്രീയ കളിയല്ല, മറിച്ച് ഡയറക്ടർ മാസ് ഗെയിം തന്നെയാണ്. യോഗങ്ങളുടെ എണ്ണത്തിലും ഫയൽ കെട്ടുകളിലും അല്ല, മറിച്ച് ജനങ്ങളുടെ മനസ്സിലാണ് കാര്യമെന്ന് തെളിയിക്കുകയാണ് വിജയ്. ആശുപത്രിയിൽ സൗകര്യമില്ലെന്ന് ഒരു സ്ത്രീ വിളിച്ചാൽ ഒരു നിമിഷം വൈകാതെ നേരെ അവിടേക്ക് എത്തുന്ന, കൈക്കൂലിക്കാരെ പൂട്ടുന്ന, ഗ്രാമങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തുന്ന യഥാർത്ഥ ജനകീയ ഭരണമാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നെ പേരിന് മാത്രം ക്യാബിനറ്റ് യോഗങ്ങൾ കൂടി കൊട്ടും മേളവും നടത്തുന്ന കേരള സർക്കാരിന്റെ ഈ 10 കണക്ക് കാണുമ്പോൾ ആർക്കാണ് ചിരി വരാത്തത്? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പ്രേക്ഷകരെ, അങ്ങ് കേരളത്തിൽ നമ്മുടെ സർക്കാർ 10ൽ 10മായി സതീശൻ എന്ന് പറഞ്ഞ് സ്വന്തം റെക്കോർഡും എണ്ണിക്കണക്കുകളും വെച്ച് എന്തോ വലിയ ചരിത്രം തിരുത്തിക്കുറിച്ചു എന്ന മട്ടിൽ നെഞ്ചും വിരിച്ച് നടക്കുകയാണ്. അധികാരമേറ്റ് 1 മാസത്തിനുള്ളിൽ ബജറ്റ് പാസാക്കി, എല്ലാ ബുധനാഴ്ചയും മീറ്റിംഗ് കൂടി, ഫയൽ ഒപ്പിട്ടു. ഇതാണ് ഇവരുടെ വലിയ നേട്ടം. ജനങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും പവർ കട്ടും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും ഈ 10 കണക്ക് കാണിച്ച് എന്ത് വലിയ അഭിമാനമാണ് ഇവർ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിക്കേ. മറുവശത്ത് വെറും 2 വർഷം കൊണ്ട് തമിഴ്നാട്ടിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി അധികാരത്തിൽ വന്ന വിജയ് ആകട്ടെ അനാവശ്യ മീറ്റിങ്ങുകളുടെ പ്രഹസനങ്ങളിലേക്ക് പോകാതെ താഴെത്തട്ടിൽ നേരിട്ട് ഇറങ്ങി പണിയെടുത്ത് മാതൃകയാവുകയാണ്. ബജറ്റ് വൈകി എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ളവർ പരിഹസിക്കാൻ നോക്കുമ്പോൾ ഫയലുകൾ ഒപ്പിട്ട് തീർക്കുന്ന കേരള മോഡൽ നാടകങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന വിജയുടെ ആ പ്രായോഗിക രാഷ്ട്രീയം. പിന്നെ പ്രേക്ഷകരെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അത് കണ്ടാൽ തോന്നും വിജയ് സർക്കാർ തമിഴ്നാട്ടിൽ എന്തോ വൻ പരാജയമാണെന്നും നമ്മുടെ സതീശൻ സർക്കാർ ഇവിടെ എന്തോ സ്വർഗം പണിത് വെച്ചിരിക്കുകയാണെന്നും.
ആഴ്ചതോറും ക്യാബിനറ്റ് യോഗം കൂടിയാൽ മാത്രം ഭരണം നന്നായി എന്നാണോ ഇവർ വിചാരിക്കുന്നത്? ഫയലുകൾ മേശപ്പുറത്ത് നിന്ന് മേശപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതല്ലാതെ സാധാരണക്കാരന്റെ ഒരു പ്രശ്നമെങ്കിലും ശാശ്വതമായി പരിഹരിക്കാൻ ഈ 10 മീറ്റിങ്ങുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളെ കണ്ണുകെട്ടിയിട്ട് കടലാസിൽ മാത്രം കണക്കുകൾ ഉണ്ടാക്കി അഭിമാനിക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ ആണെങ്കിൽ അനാവശ്യമായ ഒരു മീറ്റിംഗ് കൂടി സമയം കളയാതെ ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ്. അല്ലാതെ ഞങ്ങൾ 10 മീറ്റിംഗ് കൂടി ബജറ്റ് നേരത്തെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നെഞ്ചുവിരിക്കുന്നവരുടെ പൊള്ളയായ അവകാശവാദങ്ങൾക്ക് ഇനി കേരളത്തിലെ ജനം വില കൽപ്പിക്കില്ല എന്ന് തന്നെ പറയാം. ഭരണത്തിലിരിക്കുന്നവർ തിരിച്ചറിഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കും. അതുമാത്രമല്ല പ്രേക്ഷകരെ, നമ്മൾ ഇനിയും പലതും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ എങ്ങനെയും പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ വന്നു എന്ന് കുറ്റപ്പെടുത്തുന്നവർ സ്വന്തം പറമ്പിലെ കോഴിപ്പോര് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ഭരണം കയ്യിൽ കിട്ടിയിട്ട് മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ എത്ര ദിവസമാണ് ഈ മുന്നണി കഷ്ടപ്പെട്ടതെന്ന് ഓർത്തു നോക്കിക്കേ. കയ്യിൽ കിട്ടിയ ജനവിധി പോലും നടപ്പിലാക്കാൻ കഴിയാതെ കസേരയ്ക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ദിവസങ്ങളോളം അടച്ചിട്ട മുറികളിൽ പരസ്പരം കടിപിടി കൂടിയ ആ നാടകം കേരളം മുഴുവൻ കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ നീണ്ട ദിവസങ്ങൾ ഇങ്ങനെ പോയി. ആ വലിയ നാണം കെട്ട അവസ്ഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അധികാരത്തിൽ കയറാൻ തന്നെ ദിവസങ്ങളോളം അടിപിടി കൂടിയവരാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് 2 മാസം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അന്ന് കസേരയ്ക്കായി അടിപിടി കൂടിയ ആ നാണക്കേട് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ 10 ക്യാബിനറ്റ് യോഗവും പെട്ടെന്നുള്ള ബജറ്റൊക്കെ കാണിച്ച് ഇവർ വലിയ മേനി നടക്കുന്നത്. സ്വന്തം കയ്യിലെ നാണക്കേട് മൂടി വെക്കാൻ നോക്കുന്ന ഈ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ മറുവശത്ത് വിജയ് സർക്കാരോ സിനിമയിൽ വില്ലന്മാരെ അടിച്ചു പറത്തി തിയേറ്റർ ഇളക്കി മറിച്ച ആ മനുഷ്യൻ ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തമിഴ്നാടിൻ്റെ നെഞ്ചിനുള്ളിലാണ് ഇടം നേടിയിരിക്കുന്നത്. വെറും 2 വർഷം കൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ഇന്നൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അദ്ദേഹം കാണിച്ചു തരുന്ന ഭരണതന്ത്രമുണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്. അടുത്തുള്ള 2 ഗ്രാമങ്ങളിലേക്ക് പെട്ടെന്ന് ബസ് സർവീസ് നടത്തുന്നു, കൈക്കൂലിക്കാരെ വേരോടെ പിഴുതെറിയാൻ മിന്നൽ നീക്കങ്ങൾ നടത്തുന്നു, ആശുപത്രികളിലെ പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കുന്നു, അവിടേക്ക് ഓടിയെത്തുന്നു. ഫയലുകൾ മേശപ്പുറത്ത് കൂട്ടിയിട്ട് ചായ കുടിച്ച് സമയം കളയുന്ന അലസമായ ശൈലിയല്ല അദ്ദേഹത്തിൻ്റെത് എന്ന് തന്നെ പറയാം. ജനങ്ങളുടെ ഓരോ സ്പന്ദനവും തൊട്ടറിഞ്ഞ് താഴെത്തട്ടിൽ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന അസാധാരണമായ ആത്മവിശ്വാസമാണ് ആ മനുഷ്യൻ. രാഷ്ട്രീയത്തിലെ വലിയ കുറുക്കന്മാരെയും വമ്പന്മാരെയും പോലും ഒറ്റയടിക്ക് വിറപ്പിച്ചുകൊണ്ട് വെറും വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് തെളിയിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. അതാണ് യഥാർത്ഥ ജനകീയ നായകൻ, അതാണ് ഒറിജിനൽ മാസ് ലീഡർഷിപ്പ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടിയും വെറും ഫയൽ നാടകങ്ങളും കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ ശൈലിയാണോ, അതോ വെറും 2 വർഷം കൊണ്ട് തമിഴ്നാട്ടിൽ മാസ് തീർത്ത് ജനങ്ങൾക്കൊപ്പം നേരിട്ടിറങ്ങി പണിയെടുക്കുന്ന വിജയ് സർക്കാരിന്റെ പ്രായോഗിക രാഷ്ട്രീയമാണോ മികച്ചത്? സംഗതി ക്ലിയർ ആണ് പ്രേക്ഷകരെ. എന്തായാലും ഈ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.